ഹലോ ഗൈസ്, ബാക്ക് ടു മൈ റിയാക്ഷൻ ചാനൽ. അപ്പോൾ നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ഇടുന്നത്. എനിക്ക് തോന്നുന്നു ഒരു മാസം കണ്ടും ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബോയ്സിൻ്റെയാണ് റിവ്യൂ പറയാൻ പോണത്. ഞാൻ ബോയ്സ് സീസൺ മൊത്തം കണ്ടു. 5th സീസൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ റിയാക്ഷൻ ചെയ്യാമെന്നൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓരോ എപ്പിസോഡ് നമുക്ക് കാണാമെന്നൊക്കെ വിചാരിച്ചിരുന്നത്, പക്ഷേ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ ബോയ്സ് കണ്ടു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ കുറച്ചുകൂടി പ്രതീക്ഷിച്ചായിരുന്നു, കുറച്ച് അവസാനത്തെ സീസണല്ലേ, കുറച്ചുകൂടി സാധാരണ ഉള്ള പോലെ ടിപ്പിക്കൽ പരിപാടി ആവില്ല, കുറച്ചുകൂടി ഇമ്പാക്ട്ഫുൾ ആവും എന്നൊക്കെ വിചാരിച്ചു. പിന്നെ നമ്മൾ പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര അധികം പ്രതീക്ഷിച്ചായിരുന്നു. കുറച്ചുകൂടി നമ്മൾ ഒരുപാട് മീംസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രസിഡന്റിന്റെ അവിടേക്ക് ഹോംലാൻഡറിന്റെ ഇടയ്ക്ക് നമ്മുടെ ബുച്ചത് നടന്നു പോണതും സൂപ്പർ ഹീറോസിന്റെ എതിരെ ബുച്ചൊറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യണതും ശരിക്കും കോമിക്സ് രീതിയിലൊക്കെ അങ്ങനെയാണ് കാണിക്കുന്നത്. പക്ഷെ സെയിം തന്നെ അപ്ഡേറ്റ് ചെയ്യില്ലെന്ന് നമുക്കറിയാം, ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നു അറിയാമായിരുന്നു. പക്ഷെ 5th സീസൺ ഒരു ഓക്കെ ആയിരുന്നു. ഇപ്പൊ എപ്പിസോഡ് വൈസ് ആണെങ്കിലും കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോയായിരുന്നു. എ ട്രെയിൻ്റെ ക്യാരക്ടർ അവർ നല്ലപോലെ അവസാനിപ്പിച്ചു, അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ട് ഒരു ഒരു ഇതുണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് എപ്പിസോഡ് നമുക്ക് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഇമോഷണൽ രീതിയിൽ മൊത്തം പോകുന്നത്. ഇപ്പൊ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും തന്നെ നമുക്ക് അത്രയ്ക്കും നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ഐറ്റം കിട്ടിയില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അതുപോലെ ആവാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നത്. ഒരു 190% ആൾക്കാർക്ക് അതുപോലെ ആയിരിക്കും ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവുക. കുറച്ചും കൂടിയും നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റിയായിരുന്നു. ബോയ്സ് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അത് പറ്റിയില്ല. പിന്നെ നമുക്ക് ഇപ്പൊ ഈ ഫ്രാഞ്ചൈസി ഇനി തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയില്ല, ചിലപ്പോൾ കൊണ്ടുപോയായിരിക്കും. നമ്മുടെ സോൾജർ ബോയുടെ ക്യാരക്ടറിന്റെ പഴയകാല സംഭവങ്ങളൊന്നും കാണിച്ചില്ല. വേണമെങ്കിൽ അത് ബേസ് ചെയ്ത് അവർക്ക് വേണമെങ്കിൽ ഒരു സ്പിൻ ഓഫ് പോലെ ചെയ്യാൻ പറ്റും. പിന്നെ ജെൻബി സത്യം പറഞ്ഞാൽ അവരെ 2 സീസൺ വൃദ്ധ ചെയ്തു. അന്നത്തെ അവര് ഇതിനകത്ത് ചുമ്മാ അങ്ങോട്ട് വന്ന് പോവുക പരിപാടി തന്നെ. ഞാൻ വിളിച്ചു ഹോംലാൻഡിന്റെ ഇത് വല്ല പ്ലാനിങ്ങിനോ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ വരുമോ അതൊക്കെ പ്രതീക്ഷിച്ചു. ഇത് അവര് വന്നു, അവര് പോയി. അതെനിക്ക് ഒരു മെനയായിട്ട് തോന്നിയില്ല സത്യം തോന്നിയില്ല. അവര് വെറുതെ ചെയ്ത പോലെ ആയിപ്പോയി. അത് ഒരു നല്ല അത്യാവശ്യം അടിപൊളി ക്യാരക്ടറാണ്. ഞാൻ നമ്മുടെ ചാനലിൽ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സീസൺ 1 സീസൺ 2 ഞാൻ കണ്ടിട്ടുണ്ട്, അതിന്റെ റിവ്യൂ ഞാൻ പറയാം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ലൊരു സീസൺ ആയിരുന്നു. അപ്പൊ അവര് കുറച്ചുകൂടി ഇതിനകത്ത് കുറച്ചുകൂടി റോള് കൊടുത്തെങ്കിൽ നന്നായിരുന്നു എന്ന് ചോദിച്ചു. പക്ഷെ അതുണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാ സീരീസിന്റെ അവസാനത്തെ ഫൈനല് സീസൺ വരുമ്പോ എല്ലാം അലമ്പായി തുടങ്ങുക. എന്താണോ ഇനിയിപ്പോ കുറച്ചു കാലത്തേക്ക് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ബോയ്സ് ഇനിയും അവർ കണ്ടിന്യൂസ് ചെയ്യായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ സോൾജർ ബോയുടെ സ്റ്റോറിയാ അല്ലെങ്കിൽ ജെൻബി ചിലപ്പോൾ ഇനി അവർ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയില്ല. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്താ തോന്നി ഈ സീസൺ കണ്ടിട്ട്? നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമന്റ് സെക്ഷനിൽ പറയാം. ഇഷ്ടപ്പെട്ടോ അത് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഒരു ആവറേജ് ഫീലാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. ഞാൻ ഇനി റിയാക്ഷൻ വീഡിയോസിനെക്കാട്ടും ചെയ്യും. റിയാക്ഷൻ വീഡിയോ ഞാൻ പറഞ്ഞിട്ടായിരുന്നു, ലാപ്ടോപ്പിന്റെ കുറച്ചും എഡിറ്റിങ്ങിന്റെ കുറച്ച് ടൈമിങ്ങിന്റെ പ്രശ്നം കൊണ്ടാണ്. പക്ഷെ നമ്മൾ ചെയ്യും. അത് കൂടാതെ റിവ്യൂ മൂവീസും സീരീസൊക്കെ കണ്ടിട്ട് റിവ്യൂ വരെ ചെയ്താലും ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ ഇത് ഫസ്റ്റ് ഓൺ വോയിസ് റിവ്യൂ ആണ്. ഞാൻ ഇന്നേവരെ ഇങ്ങനെ ക്യാമറ നോക്കി ഫുൾ ടൈം ഇങ്ങനെ റിവ്യൂ പറഞ്ഞിട്ടില്ല. ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും. ബട്ട് ഇനി പറഞ്ഞ് ശീലമായി, പിന്നെ മാറി വരുമെന്ന് പ്രതീക്ഷിക്കാൻ എന്തായാലും. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് സെക്ഷനിൽ പറയാം. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് വോയിസ് സീരീസ് എന്തായാലും പറയാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ശരി, ബൈ ബൈ.